നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വൈവിധ്യമാർന്ന സഹകരണ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്തെ സഹകരണ മേഖല. പുതിയ കാർഷിക പദ്ധതികളുടെ സംഘാടനം ഇതോടെ സജീവമായി. ചട്ടപ്പടി കാർഷിക പരീക്ഷണമല്ല, ഇനി ലാഭകരമായ പ്രവർത്തനവും പ്രസക്തമാണെന്ന് തിരിച്ചറിയുകയാണ് സഹകരണ മേഖല. സഹകരണ സംഘങ്ങൾ കൃഷി ചെയ്യണമെന്ന നിർദ്ദേശവുമായി വകുപ്പ്. കേട്ടയുടനെ പച്ചക്കറി, നെൽകൃഷി, വാഴകൃഷി പോലെ പതിവ് പരിപാടിയുമായി ഇറങ്ങി നഷ്ടക്കണക്കുമായി വരരുതെന്ന നിർദ്ദേശം കൂടി സഹകരണ വകുപ്പ് നൽകുന്നുണ്ട്. കേരളത്തിനെ ഹോർട്ടിക്കൾച്ചറൽ ഹബ്ബാക്കി മാറ്റുന്ന കാർഷിക പദ്ധതിക്കാണ് നിർദ്ദേശം. ഇതിന് ആസൂത്രണ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചതോടെ ജില്ലാതല യോഗങ്ങളിലേക്ക് വകുപ്പ് കടന്നു. 30 കോടിയെങ്കിലും പ്രാഥമികമായി ചെലവ് വരുമെന്നാണ് കണക്ക്. തരിശുഭൂമി സഹകരണ സംഘങ്ങൾ പാട്ടത്തിനെടുക്കണം. തുടർന്ന് ഓരോ സ്ഥലത്തും എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന് കാർഷിക സർവകലാശാല വിദഗ്ധർ പഠനം നടത്തിയ ശേഷം അറിയിക്കും. അപൂർവവും എന്നാൽ മികച്ച വരുമാനം ലഭിക്കുന്നതുമായ ഇനങ്ങളുടെ കൃഷിയാണ് പരിഗണിക്കേണ്ടത്. മാങ്കോയിസ്റ്റൻ, റംബൂട്ടാൻ, ഫാഷൻ ഫ്രൂട്ട്, അബ്യൂ തുടങ്ങിയ കയറ്റുമതിക്ക് സാധ്യതയുള്ളവ കൃഷി ചെയ്യാം. കേരളത്തിന്റെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് 11 ഏരിയകളായി തിരിച്ച് അവിടെ എന്തൊക്കെ കൃഷിയാകാമെന്ന് നിർദ്ദേശിക്കും. നെൽകൃഷിയിൽ PhD നേടിയ ഡോക്ടർ സജിത് ബാബു സഹകരണ രജിസ്ട്രായി വന്നതിന് ശേഷമാണ് ഇത്തരമൊരു പദ്ധതി മന്ത്രി VN വാസവന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മലബാർ മേഖലയിൽ മാത്രം ചെങ്കൽ പ്രദേശങ്ങളായ 1.5 ലക്ഷം ഏക്കർ തരിശുഭൂമിയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 10% കൃഷിഭൂമിയായി മാറ്റിയെടുക്കാനാണ് പദ്ധതി. ഇത്തരം കൃഷിയിൽ നിന്നുള്ള ഫലങ്ങളിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ മറ്റുൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ചെറിയ യൂണിറ്റുകൾക്കും സംഘങ്ങൾ വായ്പ നൽകും. സഹകരണ മേഖല കാർഷിക മേഖലയുടെ അഭേദ്യ ഭാഗമാണ്. 2 കൈയും കോർത്താൽ പുതിയ കാർഷിക വിപ്ലവത്തിന്റെ നാടായി കേരളം മാറും. അതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലൊന്നായ BLMുമായി ചേർന്ന് അസറ്റ് ഹോംസ് കേരളത്തിൽ നിർമ്മിക്കുന്ന ആദ്യ പാർപ്പിട പദ്ധതിയായ അസറ്റ് വിസ്മയത്തിന് ശാസ്തമംഗലത്ത് തറക്കല്ലിട്ടു. അസറ്റ് ഹോംസ് നിർമ്മാണം ആരംഭിക്കുന്ന 116ാമത് പദ്ധതിയാണ് അസറ്റ് വിസ്മയ. ചടങ്ങിൽ BLM ചെയർമാൻ R പ്രേംകുമാർ, അസറ്റ് ഹോംസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽ കുമാർ V എന്നിവർക്ക് പുറമെ പ്രമുഖ ആർക്കിടെക്റ്റായ G ശങ്കർ, SN രഘുചന്ദ്രൻ നായർ, വാർഡ് കൗൺസിലർ മധുസൂദനൻ നായർ, അസറ്റ് ഹോംസ് CEO ടോണി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീമിയം എക്സോട്ടിക്ക സീരീസിലെ 3-4 BHK അപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയാണ് അസറ്റ് വിസ്മയം. ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾക്ക് 30% കൂടുതൽ വാർഷിക പലിശ ഈടാക്കുന്നതിൽ നിന്നും ബാങ്കുകളെ വിലക്കിയ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ 2008 വിധി സുപ്രീം കോടതി റദ്ദാക്കി. ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് തീരുമാനം. ക്രെഡിറ്റ് കാർഡ് പലിശ നിരക്കിൽ NCDRCയുടെ നിയന്ത്രണം ചോദ്യം ചെയ്ത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സിറ്റി ബാങ്ക്, HSBC എന്നിവയുൾപ്പെടെ ബാങ്കുകൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ്. 2009 ഫെബ്രുവരി 3-ന് NCRDRC ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇന്ത്യയിലെ മിക്ക ക്രെഡിറ്റ് കാർഡ് കമ്പനികളുടെയും വാർഷിക പലിശ നിരക്ക് 22 മുതൽ 49% വരെയാണ്. ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയ്ക്ക് പ്രതിവർഷം 36% മുതൽ 49% വരെ പലിശ നിരക്ക് ഈടാക്കുന്നത് ചൂഷണമാണെന്ന് ആരോപിച്ച് ആവാസ് ഫൗണ്ടേഷൻ രംഗത്തെത്തിയതോടെയാണ് നിയമയുദ്ധം തുടങ്ങിയത്. നിരക്കുകൾ അമിതമാണെന്നായിരുന്നു NCRDCയുടെ നിലപാട്. അവ ഉപയോക്താക്കളെ, പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതത്തിലായവരെ പ്രതിസന്ധിയിൽ ആക്കുമെന്നും കമ്മീഷൻ കണ്ടെത്തി. റിസർവ് ബാങ്ക് ഇടപെടാത്തതിനെയും കമ്മീഷൻ വിമർശിച്ചു. പലിശ നിരക്ക് നിർവചിക്കുന്നതിൽ സെൻട്രൽ ബാങ്ക് പരാജയപ്പെട്ടത് വായ്പക്കാരെ ചൂഷണം ചെയ്യാൻ ധനകാര്യ സ്ഥാപനങ്ങളെ അനുവദിച്ചെന്നും NCRDRC നിരീക്ഷിച്ചു. ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്ക് നിയന്ത്രിക്കുന്നില്ലെന്നും പകരം അത്തരം തീരുമാനങ്ങൾ 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരം വ്യക്തിഗത ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡുകളുടെ വിവേചനാധികാരത്തിന് വിടുന്നുവെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി. പലിശ നിരക്ക് പരിമിതപ്പെടുത്തുന്നത് ലാഭത്തെ ദുർബലപ്പെടുത്തുമെന്നും വായ്പാ ലഭ്യതയെ ബാധിക്കുമെന്നും ബാങ്കുകൾ വാദിച്ചു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ NCRDRCയുടെ അധികാര പരിധിയിൽ ഇല്ലെന്നും ബാങ്കുകൾ വാദിച്ചു. വായ്പ കുടിശ്ശിക വരുത്തുന്നവരുടെ പേരും ഫോട്ടോയും പ്രദർശിപ്പിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി. കുടിശ്ശികക്കാരുടെ ഫോട്ടോയും വിലാസവും ഫ്ലക്സ് ബോർഡിൽ പ്രദർശിപ്പിച്ച ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനെതിരെ സഹകരണ വകുപ്പ് സ്വീകരിച്ച നടപടി ശരിവച്ചാണ് ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഉത്തരവ്. ഫോട്ടോ വെച്ച ബോർഡ് നീക്കണമെന്ന സഹകരണ വിഭാഗം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശം ചോദ്യം ചെയ്താണ് സഹകരണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. മിൽമ എറണാകുളം യൂണിയൻ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകും മുൻപ് ഭരണസമിതി തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതിനായി 4 ദിവസത്തിനകം ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രമേയം പാസാക്കി രജിസ്ട്രാർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറണം. നിലവിലുള്ളതുപോലെ ഭരണസമിതിയിലെ 16 സീറ്റിലേക്കായിരിക്കണം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. പൊതുയോഗം വീണ്ടും നടത്താതെ
തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ 3 ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ ഹർജിയിലാണ് ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. പൊതുയോഗം 17 അംഗങ്ങളെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ഇതിൽ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ച് ഉത്തരവിട്ടു. ഇതിനെതിരെ മിൽമ എറണാകുളം മാനേജിംഗ് ഡയറക്ടർ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ജനുവരി 20 കഴിയുന്നത്.